നമസ്കാരം. ഇന്ന് നിങ്ങളുമായി ഒരു കഥ പങ്കുവെക്കുകയാണ്. ബീർബലുമായി ബന്ധപ്പെട്ട കഥയാണ്. അക്ബർ ചക്രവർത്തിയുടെ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിലെ പണ്ഡിതരിൽ ഒന്നാമനുമാണ് ബീർബൽ. ഒരു സാധു ബ്രാഹ്മണ കുടുംബത്തിലാണ് ബീർബൽ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് മഹേഷ് ദാസ് എന്നാണ്. അക്ബർ മഹാരാജാവിനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിൻ്റെ ബുദ്ധികൂർമ്മതയിൽ സംതൃപ്തനായ രാജാവ് മഹേഷ് ദാസിനെ അദ്ദേഹത്തിൻ്റെ സദസ്യനാക്കുകയും ചെയ്തു. പിന്നീട് മഹേഷ് ദാസ് ബീർബൽ എന്ന പേരിലാണ് പ്രശസ്തനായത്. നല്ല ഭരണാധികാരി, മികച്ച പടയാളി, പഴുതറ്റ ന്യായാധിപൻ, സഹൃദയനായ കവി എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായ ബീർബൽ അക്ബറുടെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായി വളർന്നു. ബീർബലിന് പുറമെ മറ്റ് 8 പണ്ഡിതന്മാർ കൂടി അക്ബറിൻ്റെ സദസ്സിൽ ഉണ്ടായിരുന്നു. അക്ബർ മഹാരാജാവിനെ ഉപദേശിക്കുവാനും സഹായിക്കുവാനും വിമർശിക്കുവാനും തിരുത്തുവാനുമൊക്കെയുള്ള സ്വാതന്ത്ര്യം ബീർബലിന് ഉണ്ടായിരുന്നു. ബീർബൽ ബർമ്മ എന്ന തൂലികാനാമത്തിൽ രചിച്ച മനോഹരമായ കവിതകൾ ഭരത്പൂർ മ്യൂസിയത്തിൽ ഇന്നും സൂക്ഷിച്ചിട്ടുണ്ട്. ബീർബലിൻ്റെ ബുദ്ധിസാമർഥ്യം വെളിവാക്കുന്ന ഒരു കഥയാണ് വെള്ളത്തിൻ്റെ വാടക എന്ന കഥ. ആ കഥ ഇപ്രകാരമാണ്. ഒരു കൃഷിക്കാരനും അയൽവാസിയും അക്ബറുടെ കൊട്ടാരത്തിൽ ഒരിക്കലെത്തി. കൃഷിക്കാരൻ തൊഴുകൈകളോടെ തൻ്റെ സങ്കടം രാജാവിനെ അറിയിച്ചു. അതിപ്രകാരമാണ്: മഹാരാജാവേ, ഞാൻ ഇയാളുടെ കിണർ വിലയ്ക്ക് വാങ്ങി. ഇപ്പോൾ ഇയാൾ പറയുന്നത് കിണർ മാത്രമേ എനിക്ക് വിറ്റിട്ടുള്ളൂ. കിണറ്റിലെ വെള്ളം ഇയാൾക്ക് അവകാശപ്പെട്ടതാണെന്നാണ്. കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കുന്നതിന് ഞാൻ പണം നൽകണമെന്നാണ് ഇയാളിപ്പോൾ ശാഠ്യം പിടിക്കുന്നത്. അങ്ങ് ഇതിലൊരു തീരുമാനമുണ്ടാക്കണം. അക്ബർ പ്രശ്നം ബീർബലിന് കൈമാറി. പാവം കൃഷിക്കാരനെ ചതിച്ച അയൽവാസിയെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് ബീർബൽ തീരുമാനിച്ചു. അപ്പോൾ കൊട്ടാരത്തിൽ ഇതിനെപ്പറ്റിയുള്ള വാദങ്ങളായി. അപ്പോൾ ബീർബൽ ചക്രവർത്തിയോടായി പറഞ്ഞു: അയൽവാസി പറഞ്ഞതിലും കാര്യമുണ്ട് മഹാരാജാവേ. ഈ കൃഷിക്കാരൻ കിണർ മാത്രമേ വിലയ്ക്ക് വാങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് അയൽവാസിക്ക് അവകാശപ്പെട്ട വെള്ളം എത്രയും വേഗം കിണറ്റിൽ നിന്ന് മാറ്റാൻ ഉത്തരവിടണം. അങ്ങനെ ചെയ്യാത്ത പക്ഷം അന്യൻ്റെ വെള്ളം സൂക്ഷിക്കുന്നതിന് കർഷകന് വെള്ളത്തിൻ്റെ ഉടമ മാസാമാസം നല്ലൊരു തുക വാടകയായി നൽകണം. ഇത് കേട്ട അയൽവാസി പരിഭ്രമിച്ചു. അയാളാകെ ബുദ്ധിമുട്ടിലായി. അപ്പോൾ അയാൾ കൃഷിക്കാരനെതിരായ പരാതി പിൻവലിച്ച് തിരിച്ചുപോയി. അക്ബർ ചക്രവർത്തിക്കും കൊട്ടാരത്തിലെ മറ്റ് സദസ്യർക്കും ബീർബലിൻ്റെ ഈ വാദം വളരെ ഇഷ്ടപ്പെട്ടു. ഇത് വെള്ളത്തിൻ്റെ വാടക എന്ന ഈ കഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.